ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവണ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. സ്നാക്സിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ട് കുറച്ച് ചിക്കനാണ് കേട്ടോ അതിലിട്ട് കൊടുക്കുന്നത്. ഇത് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ്. അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഓവറായിട്ട് പൊടിച്ചെടുക്കാൻ നിൽക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടൂല കേട്ടോ. ഒരു ഉണ്ടായിക്കാണ്ട് കട്ട കുത്തിമാതിരി ആയിക്കാതെ നമുക്ക് കിട്ടില്ല. ഇതേമാതിരി ഇങ്ങനെ പൊടിയായിട്ട് നമുക്ക് ഇങ്ങനെ പൊടിയായിട്ട് കിട്ടണം കേട്ടോ. ഇതിങ്ങനെ കൈകൊണ്ട് ചെറുതാക്കി പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതതിൽ പൊടിയാതെ കിടന്നതാണ് ഞാനൊന്ന് ഇങ്ങനെ പിച്ചിട്ടിട്ട് കൊടുക്കുന്നത്. അല്ലാതെ ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവാള, 2 പച്ചമുളകാണ് വേണ്ടത്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും വേണം കേട്ടോ. അല്ലാതെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആവശ്യമില്ല. പിന്നെ അത് ചട്ടി ചൂടായതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചൂടായതിന് ശേഷം വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. വെളുത്തുള്ളി കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിക്കാരം വെളുത്തുള്ളി കൂടുതൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം ആയിക്കാരം കേട്ടോ. അപ്പോൾ അതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8-10 അല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 5-8 ഉണ്ടാവും ഞാൻ ഇട്ട് കൊടുത്തത്. അതൊന്ന് നല്ലോണം മൂത്ത് അതിൻ്റെ മണമൊക്കെ നല്ല ഇതിൽ വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 1 ഇട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് എരിവ് കുറഞ്ഞ മുളകാണ്, അതുകൊണ്ട് ഞാനിത് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നല്ലോണം അങ്ങോട്ട് വയറ്റിയിട്ട് കുഴഞ്ഞു പോണ പരുവത്തിൽ ആക്കിയെടുക്കരുത്. ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടണ ആ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി കേട്ടോ. കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അത് നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീറ്റ് മസാല, ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒന്ന് പൾസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിച്ച് വെച്ചാലും കുഴപ്പമില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് പിന്നെ 2-3 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകൾ എത്തണം. നമ്മൾ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തി മൊരിഞ്ഞ് വരുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താ 2 ദിവസം നമ്മൾക്ക് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ പുതിയൊരു ഫോൺ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ 3 ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇത് ഒരുപാട് വലിയ ഉരുളക്കിഴങ്ങല്ല, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ. നല്ലോണം ഉടച്ചെടുക്കണം. അതിൽ പിന്നെ കഷ്ണങ്ങളായിട്ടൊന്നും കെടുക്കാൻ പാടില്ല. നമ്മളിത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബ്രെഡിൽ തേച്ച് കൊടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോവും. നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്ന ടൈമിൽ പൊട്ടിപ്പോവും. അപ്പോൾ നല്ലോണം പേസ്റ്റ് പോലെ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ്. ഒരു കുക്കറിലിട്ടിട്ട് 2-3 വിസിൽ വരുമ്പോഴത്തേന് തന്നെ ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഓരോ കുക്കറിൻ്റെയും വിസിലിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. പിന്നെ ഇതാ ഞാൻ 2 ക്യൂബ് ചീസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചീസിൻ്റെ സ്ലൈസ് വേണമെങ്കിലും ബ്രെഡ് മേൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെയൊക്കെ ക്യൂബായിട്ടുള്ളതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതൊന്ന് മെൽറ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രേ പണിയുള്ളൂ കേട്ടോ നമ്മളെ ഫില്ലിങ്സ് ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഫില്ലിങ്സിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് മുറിച്ച് കളയണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ നോക്കുക. അതിൻ്റെ ബ്രെഡ് കൊടുന്നപ്പോൾ അത്ര പോരട്ടോ, പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. കണ്ടിട്ട് തന്നെ കുറച്ച് ഹാർഡായി നിൽക്കണ മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം നമ്മളിതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. നമുക്ക് അത്യാവശ്യം കട്ടിയിൽ തന്നെ വെക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രക്കും ഇതിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സ് നല്ല ടേസ്റ്റാണ്.
നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ബ്രെഡ് വെച്ച് വേറൊരു ബ്രെഡ് വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നല്ലോണം പ്രസ്സായിട്ട് നിന്നോളൂ കേട്ടോ. പിന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ട് പോവൊന്നുമില്ല കേട്ടോ, നല്ലോണം ആദ്യമേ തന്നെ പ്രസ്സായിട്ട് നിന്നോളൂ. പിന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ 4 ഭാഗത്തേക്കും ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇത് ബ്രെഡ് 4 പീസായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയതായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നടുവൊന്നും ഇങ്ങനെ കീറി കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ഇറച്ചിൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ട് കീറി കൊടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ പല്ലുള്ള കത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കത്തിമ്മേൽ ഫില്ലിങ്സ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അയച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് നീളത്തിലാണ് ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാതും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കണം. ഓരോന്ന് മുറിക്കുന്നതും പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് എല്ലാതും ഒരേപോലെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊരു കോട്ടിങ്ങും കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തേക്കണം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരേ അളവ് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും പാകത്തിന് ഒരു 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൽ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് അതിൽ കലക്കിയെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ 2 സൈസിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. 2 കോട്ടിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ കോട്ടിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. എന്താ വെച്ചാൽ ഇതിൽ കോൺഫ്ലവറും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് പുറം ഭാഗം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫില്ലിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. നല്ലോണം ബ്രെഡ് വറുത്തതിന് ശേഷം അരികൊക്കെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, അത് നല്ലോണം ഒന്ന് വറുത്തതിന് ശേഷം അല്ലെങ്കിൽ പൊടിച്ചതിന് ശേഷം വറുത്തെടുത്താലും മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാതും ഇതേപോലെ തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുന്ന നേരത്തെ അത് ഉണ്ടാക്കാൻ നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് ഒരുപാട് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ കട്ട്ലറ്റൊക്കെ പൊരിക്കുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കൂലേ, അതേ ഒരു പാകത്തിനാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് പൊരിച്ചെടുത്താൽ മതി. എന്താ വെച്ചാൽ ഉള്ളൊന്നും വേവാനില്ല, പുറത്ത് മാത്രം ഒന്ന് ക്രിസ്പിയായി കിട്ടാനുള്ളൂ. അപ്പോൾ ഒരുപാട് എണ്ണ എന്താ പറയുക, കുറച്ചാണ് നമ്മൾ തീ വെക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, ബ്രെഡല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നമ്മളിത് പൊരിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. 1-2 മിനിറ്റ് മതി നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വേവാനൊന്നുമില്ല, ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പുറം ഭാഗമൊക്കെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ നമ്മൾ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊണ്ട്. നമ്മളിപ്പോൾ 2 ദിവസം അടുപ്പിച്ച് വീഡിയോ ഇടാത്തതുകൊണ്ട് വ്യൂസൊക്കെ പറ്റി കമ്മിയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടെ. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. എന്തെന്നെ ആയാലും നിങ്ങൾ ഓരോ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്നാലേ നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ. ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരട്ടോ. അതിൻ്റെ ഉള്ളിൽ നിറയെ ഫില്ലിങ്സ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ ആ ചീസും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിനുണ്ട് കിട്ടൽ. അപ്പോൾ ഞാൻ അവിടെ മയണൈസും ഗ്രീൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. 2 വേണമെന്നുണ്ടെങ്കിലും ഡിപ്പ് ചെയ്ത് കഴിക്കാം, ടൊമാറ്റോ സോസിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. ഇങ്ങനെ കഴിച്ചാലും ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.